നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. വേനൽക്കാലത്ത് നമുക്ക് വാഴ വേണമെങ്കിൽ നടാം. ജലസേചനവും സൂര്യപ്രകാശം ഉണ്ടെന്നതിൽ നല്ല രീതിയിൽ അത് മികച്ച ഫലം കിട്ടുകയും ചെയ്യും. ഏത്തവാഴ ഇപ്പോൾ ഇങ്ങനെ തടമെടുത്ത് വേനൽക്കാലത്ത് അതിൻ്റെ ചുവട്ടിൽ ചപ്പും ചവറൊക്കെ വാരിയിട്ട് വെള്ളം കോരിയാൽ നല്ല രീതിയിൽ അത് പിടിച്ചു കിട്ടും. നമുക്ക് രീതിയിൽ നമുക്ക് ഏത്തക്കൊല കിട്ടണമെങ്കിൽ ആദ്യമേ തന്നെ 2 അടി താഴ്ചയിലും 2 അടി വീതിയിലും കുഴിയെടുത്തതിന് ശേഷം കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം 15 ദിവസത്തിന് ശേഷം മാത്രമേ ഏത്തവാഴക്കണ്ണ് നടാവൂ. സൂചി കണ്ണ് മാത്രം നോക്കി നടാൻ ശ്രമിക്കുക. നട്ടതിന് ശേഷം നല്ല സൂര്യപ്രകാശമാണെങ്കിൽ കനത്ത വെയിലും ഉള്ളതുകൊണ്ട് ചപ്പും ചവറും വരിയിട്ട് വേണ്ട രീതിയിൽ വെള്ളം കോരിയാൽ നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് വളം ചേർക്കുമ്പോൾ ജൈവ കമ്പോസ്റ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചാണകം ഉണക്കി പൊടിച്ചതും ഒപ്പം വേപ്പിൻ പിണ്ണാക്കും ഇതിൻ്റെ കൂടെ കുതിർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് കൊല എടുക്കാം. ഒപ്പം അടുക്കളയിലുള്ള വേസ്റ്റ് ഉള്ളിത്തോലിയായാലും പഴത്തോലും മറ്റും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പുളിപ്പിച്ച കഞ്ഞോളം ഉൾപ്പെടെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് 1/2 അടി ദൂരെ മാറ്റി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. വേറെ രീതി എന്ന് പറഞ്ഞാൽ രാസവളങ്ങൾ കൊടുക്കുന്നത്. വാഴ ഒന്നിന് 1/2 കിലോ റോക്ക് ഫോസ്ഫേറ്റ് വാഴക്കണ്ണ് നടുമ്പോഴേ 1 മാസത്തിനകം ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. 1/2 കിലോ യൂറിയ, 1/2 കിലോ പൊട്ടാഷ് എന്നിവ 30 ദിവസം ഇടവേളയിൽ 5 തവണകളായി കൊടുക്കുക. ഒരു വാഴയ്ക്കുള്ള വളം 5 തവണ. യൂറിയ, കോംപ്ലക്സ് വളം, പൊട്ടാഷ് എന്നിവയുള്ള വളപ്രയോഗം. ബാക്ടംബോസ് ഇടുന്നെങ്കിൽ വാഴ നട്ട് 30-ാം ദിവസം 275 ഗ്രാം, 60-ാം ദിവസം 300 ഗ്രാം വീതം ചുവട്ടിലിട്ട് കൊടുക്കുക. കൂടാതെ 107 ഗ്രാം യൂറിയ, 1/2 കിലോ പൊട്ടാഷ് എന്നിവ 3-4 തവണകളായി 3 ദിവസം ഇടവേളകളിൽ ഇട്ട് കൊടുക്കുക. ബാക്ടംബോസിന് പകരം NPK 10-26-26 കോംപ്ലക്സ് ആണെങ്കിൽ 200 ഗ്രാം 30 ദിവസവും 20 ഗ്രാം 60 ദിവസവും ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. കൂടാതെ 400 ഗ്രാം യൂറിയ, 300 ഗ്രാം പൊട്ടാഷ് എന്നിവ 3-4 തവണകളായി 30 ദിവസം ഇടവേളകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കോരി തണുപ്പിക്കേണ്ടത് ആവശ്യകതയാണ്. വേനൽക്കാലത്താണെങ്കിൽ ഇവിടെ എപ്പോഴും വൃത്തിയായി ഇരിക്കണം, അല്ലെങ്കിൽ ചെല്ലി അങ്ങനെയുള്ള കൊമ്പൻ ചെല്ലിയുടെ ആക്രമണങ്ങൾ രൂക്ഷമായിരിക്കും. വാഴയുടെ കവളുകളിൽ വേപ്പ് മണ്ണായിട്ട് കൊടുത്താൽ ചെല്ലിയുടെ ആക്രമണം കുറയും. കൂടാതെ ബാർ സോപ്പ് കഷ്ണങ്ങളാക്കിയും ചിലർ ഇതിൻ്റെ അരിഞ്ഞിടാറുണ്ട്. ഏത്തക്ക വിലയൊക്കെ 100-ൽ പുറത്ത് വരുന്ന ഇപ്പോൾ 40 താഴെയാണ് പച്ച. കടയിൽ നിന്ന് പഴമാട്ടെ വാങ്ങിക്കുമ്പോൾ 50 മുകളിൽ കുടിക്കുകയും വേണം. എല്ലാവർക്കും പറമ്പിലിറങ്ങി വാഴകളും മറ്റും നട്ടാം, മടി പിടിച്ചിരിക്കാതെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.